ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വാടക വീടാണ്. എൻ്റെ പേര് ശരത്ത്. എൻ്റെ പേരിനൂടെ പ്രസക്തിയില്ല. ഞാനൊരു കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. സെയിൽസിലായതുകൊണ്ട് തന്നെ സെയിൽസിൽ ജോലി ചെയ്യുന്ന ആരുടെ പേരും എനിക്ക് യോജിക്കും. ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അമ്മ എന്ന ചോറും വെള്ളവും എടുത്ത് യാത്രയാണ്. ഒരു മരുന്നിൻ്റെ കുറിപ്പാണ് അമ്മയ്ക്ക് വാങ്ങാനുള്ളത്. ഇന്ന് സാലറി ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെങ്ങളുടെ ഫീസ്, അമ്മയുടെ മരുന്ന്, ഹൗസിംഗ് ലോൺ EMI, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ഹോളുള്ള ഷോക്സ് കണ്ടോ? 2 മാസമായിട്ട് ഇത് മാറ്റണമെന്ന് കരുതുന്നേ. ഈ മാസം ഉറപ്പായിട്ടും അത് മാറ്റും. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അമ്മയുടെ ചികിത്സയുടെ ആവശ്യത്തിനാണ് ടൗണിൽ ഈ ഒരു വാടകയ്ക്ക് വീടെടുത്തത്. കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ കിക്കറടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സെൽഫുള്ളൊരു വണ്ടി വാങ്ങാം. ഈ വീടുകളൊക്കെ കാണുമ്പം പുതിയാവും. ലോണെടുത്ത് ഞാനും വെച്ചൊരു വീട് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. ഏതെങ്കിലും കസ്റ്റമർ വിളിക്കും, പിന്നെ വണ്ടി ഒതുക്കി സംസാരിച്ചിട്ട് ആ വെയിലത്തൊരു യാത്രയാണെന്നേ. ടാർജറ്റിൻ്റെ ഒരു പ്രഷറേ. ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങും. ചിലത് നിരാശയായിരിക്കും. ആ നിരാശയിലും ഒരു പ്രതീക്ഷയ്ക്ക് ഒരു കോള് വരും. പിന്നെയും ചിരി പാസ്സാക്കി ഞങ്ങൾ യാത്ര തുടങ്ങും. പറയാൻ മറന്നു, ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ എല്ലാ രഹസ്യങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും അറിയാവുന്ന ഞങ്ങളുടെ സെയിൽസിലുള്ളവരുടെ ഒരു സുഹൃത്ത്. 3 മണിയാകുമ്പോൾ ഒരാന്തലാവായിട്ടീന്ന് അമ്മ രാവിലെ പൊതിഞ്ഞു തന്ന ആ ചോറ് ഒന്ന് രുചിയോടെ കഴിക്കാമെന്ന് കരുതുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കുമെന്നേ. ഏതെങ്കിലും കസ്റ്റമർ അവരപ്പോഴായിരിക്കും ഫ്രീ ആയിരിക്കുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ ഇതൊരു കോളാണല്ലോ, എന്തായാലും എടുത്തേക്കാം. ചില കസ്റ്റമർ പിടിവാശിക്കാരാ. അവർക്ക് അവർ പറഞ്ഞ സമയത്ത് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആഹാരം കഴിക്കാൻ പറ്റണമെന്നില്ല. ആഹാരം പിന്നെയും കഴിക്കാം. നമ്മളുടെ അന്നമല്ലല്ലോ, നമ്മളെ കാത്തിരിക്കുന്നവരുടെ അന്നമാണല്ലോ നമ്മളുടെ ഉന്നം. വീണ്ടും പ്രതീക്ഷകളോടെ ഒരു ഓട്ടോ, ആരുടെയോ ടാർജറ്റ് തയ്ക്കാൻ. ഒന്നേ പറയാനുള്ളൂ, ഈ ഓട്ടത്തിലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്.